വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പോസ്കോ കേസും കാര്യങ്ങളൊക്കെ ആയി നമുക്കിത് കോടതിയിൽ എത്തുകയാണ്. ഈ കുഞ്ഞി കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോർട്ടിൽ വാലിഡ് ആവില്ല. ഗ്രാൻഡ് പാരന്റ് കുക്കീസ് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു കോർട്ടിൽ ഒരു വാലിഡ് ആകുന്ന ഒരു കാര്യം. അപ്പൊ അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ വേണമെങ്കിൽ എന്താണ് ഇത് എന്ന് ഓരോ പ്രൈവറ്റ് പേഴ്സണെയും നമ്മൾക്ക് അഡ്രസ് ചെയ്യേണ്ടത് ഭാഷ വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകൾക്ക് കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് തന്നെ അത് പറയാൻ നാണക്കേട് തോന്നാത്ത തരത്തിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് പറയാവുന്ന രീതിയിലേക്ക് അത് പറഞ്ഞ് ശീലിപ്പിക്കും. അത് നമ്മുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയും ടീച്ചേഴ്സും ആ വാക്കുകൾ തലകുനിച്ചോ അല്ലെങ്കിൽ അവിടെ ഇവിടെ നോക്കിയിട്ടൊന്നും പറയാതെ കുഞ്ഞിന്റെ മുഖത്ത് മോനെ ഇത് ഇതാണ് എന്ന രീതിയിൽ പറയാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കൂ, മെയിൽ ജെനിറ്റൽ പാർട്സ് ഉണ്ട്, ഫീമെയിൽ ജെനിറ്റൽ പാർട്സ് ഉണ്ട്. ഇപ്പൊ ഇതിന് ഈ പറയുന്ന പോലെ മുല എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറയാം, സ്ഥലങ്ങൾ എന്ന് പറയുന്നുണ്ട്. സോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ബ്രസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാം. നമുക്ക് കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാം ബ്രസ്റ്റ്. അതുപോലെ തന്നെ നിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിപ്പിൾസ് ആണ് എന്നുള്ള രീതിയിൽ പറയാം. വജൈന എന്ന് പറയും, സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിന് വജൈന അല്ലെങ്കിൽ വൾവ എന്ന് പറയാം. പുറത്ത് കണ്ട ഔട്ടർ ഭാഗത്തിന് വൾവ എന്ന് പറയാം, ഇന്നർ ഭാഗത്തിന് വജൈന എന്നുള്ള രീതിയിൽ പറയാം. ടെസ്റ്റിക്കൽസ് എന്ന് പറയാം, നമ്മുടെ മെയിലിന്റെ ജെനിറ്റൽ ബോൾസിന് ടെസ്റ്റിക്കൽസ് എന്ന് പറയാം. അതുപോലെ തന്നെ ലിംഗത്തിന് പീനസ് എന്നാൽ പെനിസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഈ വാക്കുകൾ കൺസ്ട്രക്റ്റ് നല്ല രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാനാണ് ആദ്യത്തെ ഭാഗം, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയത് എനിക്കത് കിട്ടിയില്ല. അത് ആക്ച്വലി ഒരു വെസ്റ്റേൺ ഇതിലുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൊണ്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് ആണ്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് യുവർ ഏരിയ. അവർ തന്നെ അതിന് വളരെ തമാശ രീതിയിൽ തന്നെയാണ് അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, ഇതിങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന രീതിയിൽ പറയുന്ന ഒരു കാര്യം. ഇത് കുട്ടികളെ വെച്ച് തന്നെ നമുക്ക് ആദ്യം കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവരെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാം മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക്. അപ്പൊ അതൊരു കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചയാവും, മറ്റു കുട്ടികൾക്കും ഇത് പറയാനുള്ള ഒരു ധൈര്യം വന്നു തുടങ്ങും. ഓക്കെ, പ്രൈവറ്റ് ബോഡി പാർട്സ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം കോമൺ ആണ്, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണ് പ്രൈവറ്റ് പാർട്സ് എന്നുള്ളത് കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് വളരെ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ വേണം കുഞ്ഞിനോട് അവരുടെ ജെനിറ്റൽ ഭാഗങ്ങളിലായിട്ടുള്ള അവരുടെ പീനസിലായിക്കോട്ടെ അല്ലെങ്കിൽ ബട്ടക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ആർംപിറ്റിലായിക്കോട്ടെ നെക്കിലായിക്കോട്ടെ ലിപ്സിലായിക്കോട്ടെ ഈ ഭാഗങ്ങളിലൊക്കെ അനാവശ്യമായിട്ട് അച്ഛനും അമ്മയും അല്ല നിനക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ, അച്ഛനും അമ്മയും ആയിക്കോട്ടെ ആരായിക്കോട്ടെ, നിനക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ആര് ടച്ച് ചെയ്താലും നിനക്ക് ഏറ്റവും സേഫ് ആണെന്ന് തോന്നുന്ന പേഴ്സന്റെ അടുത്ത് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞിന് ഒരു അപ്രോപ്രിയേറ്റ് ടച്ച് ആണെന്ന് ഫീൽ ചെയ്ത് നമ്മളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കണം, അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പല കേസുകളും ഇപ്പൊ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ വരുന്ന പല കേസുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ, എസ്പെഷ്യലി പെൺകുട്ടികളെയും കുട്ടികളെയും ആരാണോ വിക്ടിം അവരെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തുന്നത് നിന്റെ കഴിവില്ലാത്തതുകൊണ്ട്, നിന്റെ തെറ്റുകൊണ്ട്, നീ അംഗീകരിച്ചു കൊടുത്തത് കൊണ്ടാണ് എന്ന് സാധാരണ കുഞ്ഞുങ്ങളെ പറയുന്ന കാര്യമാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 90% വ്യക്തികൾക്കും കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തികളെ അഡ്രസ് ചെയ്യുമ്പോൾ മുഴുവനും അവർ ഇമോഷണലി നമ്മൾ അറ്റൻഡ് ചെയ്ത് ഡിസെൻസിറ്റൈസ് ചെയ്ത് വരുന്ന സമയത്ത് മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ട് പോലും സ്വന്തം ഫാമിലിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും, ആ വ്യക്തിയെ സ്വന്തം ഫാമിലിയിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അവിടെയും കുഞ്ഞിന്റെ സേഫ്റ്റിയെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുടുംബത്തിന്റെ അന്തസ്സിന്, സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു കളങ്കം ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വാല്യൂ. അപ്പൊ സ്വന്തം കുഞ്ഞിനെ എന്ത് പറ്റി, എനിക്ക് എന്താണ് വാല്യൂ, എനിക്ക് എന്ത് ഇതാണ് ഉള്ളത്, സുരക്ഷിതത്വമാണ് എന്റെ കുടുംബത്തിനുള്ളത്, അവിടെ ആ കുഞ്ഞ് തകർന്നു പോവുകയാണ്. അപ്പൊ കുഞ്ഞ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ ടച്ച് ചെയ്തു, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ അത് സാരമില്ല മോനെ, അത് അങ്കിളല്ലേ, അങ്കിൾ അങ്ങനെയൊന്നും വിചാരിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ ആ ചേട്ടൻ അങ്ങനെയൊന്നും വിചാരിച്ചായിരിക്കില്ല എന്ന് പറയുന്നതിന് പകരം ആ ചെയ്ത കാര്യത്തിനെ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാം. അങ്ങനെയാണോ ഉണ്ടായേ, അവിടെ വന്ന് അങ്ങനെ ടച്ച് ചെയ്തു, ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്, ഏത് രീതിയിലായിരുന്നു, ഓക്കെ,
ഇത് കഴിഞ്ഞതിന് ശേഷം അത് ആ വ്യക്തിയെ വിളിച്ചിരുത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം കുഞ്ഞിന് മുമ്പിൽ തന്നെ. അത് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ആളുകളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ വ്യക്തിയെ ഫാമിലിയിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുക, ആ കുഞ്ഞിനെ സേഫ് ആക്കുക. നമ്മൾ ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആ കുഞ്ഞിന് ഫീൽ ചെയ്യിപ്പിക്കണം. അത് ആ കുഞ്ഞിന്റെ ഉള്ളിൽ തോന്നണം, ശരിയാണ്, ഞാനൊരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ വീട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് അത്ര വലിയ പ്രശ്നമുള്ള ഒരു കാര്യം അല്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ എടുക്കുന്നില്ല ആളുകൾ. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അബ്യൂസ് കേസുകൾ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഇതുപോലുള്ള നിസാരവൽക്കരിക്കലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നത്തിനെ പോലും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അഡ്രസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ അഡ്രസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനൊരു ക്ലാരിറ്റി വേണം, എന്ത് കാര്യത്തിനും എവിഡൻസ് ബേസ്ഡ് ആകണം. ആ കുഞ്ഞ് വെറുതെ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി പറയുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊമാറ്റിക് കണ്ടീഷൻ ആണോ, സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറയുന്നതാണോ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കേട്ട് പറയുന്നതാണോ, ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മളൊരു ആക്ഷനിലേക്ക് പോകാനായിട്ട്. കുഞ്ഞിന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. കുഞ്ഞിനെ നെഗ്ലക്ട് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു കാര്യത്തിന് ഒരു പൂർണ്ണ അറിവ് വരാതെ നമ്മൾ അതിനകത്തൊരു ആക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്നത്. ആക്ഷനിലേക്ക് പോകേണ്ട സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുകയും വേണം. അതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ സാധ്യതകളും നമ്മളുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അത് പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം. അടുത്തത് റെക്കഗ്നൈസ് ദ പ്യൂബർട്ടി. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സാധാരണ ഒരു കുഞ്ഞിൽ നിന്ന് അവന്റെ ശരീരം വളർന്നു തുടങ്ങി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മുടെ കുഞ്ഞിനാളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തൊട്ടേ ആ കുഞ്ഞിന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഫീലിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്രസ് ചെയ്തു അല്ലെ. ഓരോ ഏജിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓരോ ഏജിലും അത് ഡിഫറെന്റ് ആയിരിക്കും. സെൽഫ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഫിസിക്കൽ നീഡ്സ്, ഫിസിക്കലി ഹൈ ആയിട്ട് നിൽക്കുന്ന ഓടുക, ചാടുക, കളിക്കുക എന്ന് പറയുന്നത് പ്ലഷർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ ഒരു പ്ലഷറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ആൺകുട്ടികളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഇറക്ഷൻ ഫീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറക്റ്റഡ് ആകുന്നത് നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ മീൻസ് ഇറക്റ്റ് ആയി നിൽക്കുന്നത് കാണുന്നുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഉമ്മ വയ്ക്കുന്നത്, കുട്ടികൾ കൂടുതലായിട്ട് ഉമ്മ വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ പ്ലഷർ സീക്ക് ചെയ്യുന്ന, അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ പ്ലഷർ സീക്ക് ചെയ്യുന്നതാണ്. ചില കുട്ടികൾ അവരുടെ പ്രൈവറ്റ് പാർട്സ് എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എന്ത് കൈ പിടിച്ച് മാറ്റും, അല്ലെങ്കിൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കും കൈയിലേക്ക്. ഒരിക്കലും അത് ചെയ്യുന്നതിന് പകരം അവരുടെ ശരീരം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് അവർക്കുണ്ട് എന്ന് നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ ഫീൽ ചെയ്യിപ്പിക്കണം. ഓരോ ഏജിലും അവർക്ക് വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും വേണം. അത് ശരിയായ ദിശയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ഇതിപ്പോ എന്തിനാ ചെയ്യുന്നത്, ഇതിപ്പോ എന്താ മോനെ ചെയ്യുന്നത്, അത് ഇന്ന സ്ഥലങ്ങളിലാണ്, പബ്ലിക് ആയിട്ട് ചെയ്യാൻ പാടില്ല, അത് പ്രൈവറ്റ് സ്പേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് ആവശ്യം. ആൺകുട്ടികൾ മിക്കപ്പോഴും അവരുടെ പീനസിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പെൺകുട്ടികളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചേഷ്ടകൾ കാണിക്കുന്നുണ്ടായിരിക്കാം. അതൊരിക്കലും ഇപ്പം പണ്ട് കാലത്ത് പറയുന്ന ഒരു കാര്യമാണ്, കാലാട്ടരുത്, കാല് കവച്ചു വെച്ചിരിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെ തന്നെ അവർക്ക് എങ്ങനെയും ഇരിക്കാം. എങ്ങനെ അവർ ജീവിച്ചാലും എങ്ങനെ ഇരുന്നാലും അവരുടെ കൺസേൺ ഇല്ലാതെ മറ്റൊരാൾക്ക് അവരുടെ ആ ഒരു ബൗണ്ടറിയിലേക്ക് കടക്കാൻ അനുവാദം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. അത് ഓരോ ലെവലിലും ആയിട്ട് മോഡറേറ്റ് ആയിട്ടുള്ള ഓരോ കുട്ടികളിലും നമുക്ക് ഒട്ടും മറ്റുള്ള കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വഴിയിൽ പറഞ്ഞു തരാം.